സഖിയിലേക്ക് സ്വാഗതം. കേരളവും കേരളത്തിന്റെ കോർപ്പറേറ്റ് മേഖലയും വളരെ വേഗത്തിൽ മാറുകയാണ്. സ്വാഭാവികമായും അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ, തൊഴിൽ രംഗങ്ങൾ ഇതൊക്കെ ഉദിച്ചുയരുന്നുണ്ട്. നമ്മൾ പലരും ഇതൊന്നും അറിയുന്നതേ ഇല്ല. ഇപ്പോഴും പഴയ ഡോക്ടർ, എഞ്ചിനീയർ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ മിടുക്കരായ കുട്ടികൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും നമ്മൾക്ക് അറിയാതെ പോകുന്നു. ഈ ഒരു മേഖലയിലേക്കാണ് ഇന്ന് സഖി കടന്നു ചെല്ലുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇൻട്രസാരിയോ എന്നൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ കുറിച്ച്. അത് കേട്ടിട്ടില്ലാത്തവർ മിസ് കേരള കോൺടെസ്റ്റിനെ കുറിച്ച് ഒന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ സീനിയർ മീഡിയ കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന മായയാണ് ഇന്ന് നമ്മുടെ അതിഥി. മായ ജാനകി. മായയുടെ ജോലിയെക്കുറിച്ച്, ജോലി സാധ്യതകളെ കുറിച്ച്, ഒരു തൊഴിൽ രംഗത്തെ വെല്ലുവിളികളെ കുറിച്ച് ഒക്കെ നമുക്ക് സഖിയിലൂടെ ചോദിച്ചറിയാം. മായ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മേഖല, മായ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ മിടുക്കിയായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. അല്ല, എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് സോ കോൾഡ് വഴിയിലൂടെ തന്നെ പോകാതിരുന്നത്? അല്ല, പഠിക്കുന്ന കാലത്ത് എനിക്ക് നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ ലെവൽ മുതൽ മഹാരാജാസിൽ പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. മെഡിസിൻ തന്നെ ഫസ്റ്റ് എഴുത്തിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ അതിലേക്ക് എത്തില്ല. പിന്നെ അടുത്ത ഇഷ്ടം ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് എടുത്തു. പക്ഷെ എന്റെ ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു, ഞാൻ പറയാലോ. അത്ര നല്ല ഇംഗ്ലീഷ് ആയിരുന്നില്ല അത്യാവശ്യം. പക്ഷെ ലിറ്ററേച്ചർ എടുക്കാൻ മാത്രം അത്ര ഭയങ്കര എക്സ്പേർട്ട് ഒന്നും ആയിരുന്നില്ല ഇംഗ്ലീഷില്. ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ് ലിറ്ററേച്ചർ. അങ്ങനെയാണ് BA ഇംഗ്ലീഷ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് MA ചെയ്തു, ജേർണലിസം ചെയ്തു. എപ്പോഴാണ് ഈ ജേർണലിസം എന്നുള്ളൊരു സ്നേഹം? അത് ലിറ്ററേച്ചറും മഹാരാജാസും എല്ലാം കൂടി ബന്ധം ആഗ്രഹമാണ്. പൊളിറ്റിക്കൽ അവിടുന്ന് ഇത്തിരി ഒരു ചിന്തിക്കുന്ന ആൾക്കാർ ആദ്യം തിരഞ്ഞെടുക്കുന്ന ഫീൽഡ് ജേർണലിസം ആയിരിക്കും. അപ്പൊ അങ്ങനെ വന്നതാണ് ജേർണലിസത്തിലേക്ക്. ഭവൻസിൽ ജേർണലിസം ചെയ്തു. ചെയ്തു കഴിഞ്ഞ ആ മാസം മുതൽ എനിക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു വായന എന്ന് പറഞ്ഞിട്ടൊരു മാഗസിനിൽ. അല്ല, അതെനിക്ക് തോന്നുന്നു അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജേർണലിസം ഫീൽഡിലെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ്. പലപ്പോഴും റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജോലി കിട്ടിയിരിക്കും. അതിന്റെ ഈ വെക്കുന്ന എത്രയാണ് അതിന്റെ നേരത്തെ ഒരു ഇൻകം എന്നുള്ളതല്ല, എക്സ്പോഷർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കിട്ടും. അത് എനിക്ക് തോന്നുന്നു ഈ ജേർണലിസം കോഴ്സ് എന്ന് പറയുന്നതല്ല ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവില്ല. അപ്പൊ കോഴ്സിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കുറച്ച് സോക്കോൾഡ് വാക്കുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ചേർത്ത് പിന്നെ അതിന്റെ കുറച്ച് അതേപോലെ നിയമങ്ങൾ അതൊക്കെ പഠിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ല, അതൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് കോഴ്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. അതെ, അത് ശരിക്കും അത് സാധിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഇൻകം വൈസ് പക്ഷേ നമ്മൾ വളരെ പുറകില് അത് നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ജേർണലിസ്റ്റിന് പോകുന്ന പല കുട്ടികളുടെ അമ്മമാർ ഇത് കാണുന്നുണ്ട്. ആദ്യം ചോദിക്കും, ഈ സമയത്ത് PSC ടെസ്റ്റ് എഴുതിയിരുന്നെങ്കിൽ നിനക്ക് എത്ര രൂപ വരുമാനം കിട്ടിയെന്നുള്ള ചോദ്യം കേൾക്കാത്ത ഒരു ജേർണലിസ്റ്റിനാണ്. സത്യമായിട്ടും എന്റെ അച്ഛൻ സ്ഥിരം വീട്ടിൽ പറയുന്നതാണ്, ഇന്ന വരമായ ഒരു PSC എഴുതിയിട്ടില്ല. കാരണം എന്നെ കുറിച്ച് അക്കാഡമിക്കലി നന്നായിട്ട് പോയിരുന്നുകൊണ്ട് അവർക്ക് ഭയങ്കര പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അങ്ങനെ ഞാൻ തോന്നുമ്പോൾ അവര് പറയാം PSC എഴുതാതിരുന്നത് നന്നായിരിക്കും. അന്നൊന്നും ഇംഗ്ലീഷ് എടുത്തപ്പോ എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് എടുത്ത് നന്നായിട്ടോ. പിന്നെ അവിടെ വായനയിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു വർഷം വർക്ക് ചെയ്തു. പിന്നെ വായന ചില ഫിനാൻഷ്യൽ സൈൻസ് ഒക്കെ വന്നത് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഭാഗമാണ് ചിലപ്പോൾ നിന്ന് പോകും. അപ്പോൾ ഒന്നും ഡിസ്ട്രാക്ട് ആവണ്ട, അടുത്ത സാധനം. അതെ, അടുത്തത് വന്നു. ഞാനൊരു RTT എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ന്യൂസ് ഏജൻസി, ഫിനാൻഷ്യൽ ന്യൂസ് വരായിരുന്നു. അവിടെ കണ്ടന്റ് റൈറ്റർ ജോയിൻ ചെയ്തു 1 year. അപ്പോഴാണ് അത് നൈറ്റ് ഷിഫ്റ്റ്, കംപ്ലീറ്റ് നൈറ്റ് ഷിഫ്റ്റ്. അമേരിക്കൻ ആണല്ലോ, അവരുടെ ടൈം അനുസരിച്ച്, അവരുടെ മാർക്കറ്റ് ടൈം അനുസരിച്ചിട്ട് നമ്മുടെ നൈറ്റ് 9 to 6 വർക്ക് ചെയ്യണം, മോർണിംഗ് 6 വരെ. അപ്പൊ അതിന്റെ നന്നായിട്ട് കിട്ടും. പക്ഷെ പാടായിരുന്നു. അപ്പോ അത് ഹെൽത്ത് വൈസ് കുറച്ച് പ്രോബ്ലം ആയപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇൻട്രസ്റ്റ്. രാവിലെ ഒന്നും കണ്ട ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയായിട്ടാണ് നമ്മൾ രാവിലെ വേഗം തുടങ്ങി മിക്കവാറും അത്രേ ഉള്ളൂ. പിന്നെ ആ സമയത്താണ് ഇൻട്രസ്റ്റ് നിങ്ങളൊരു ഓഫർ വന്നത്. അവിടുത്തെ ഒരു ഹരിഹരൻ എന്ന് പറഞ്ഞിട്ട്, ഹീസ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്. പിന്നെ ഞാനിങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട്. അന്ന് മായക്ക് എന്തായിരുന്നു ഇതിനെ കുറിച്ച് ഒരു ധാരണ, ഈ ഒരു ജോലിയെ കുറിച്ച്? കാരണം ഇത് വളരെ പ്രത്യേകതയുള്ള ദിവസം ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഞാൻ ചേരുന്നത്. അപ്പൊ അവിടെ എന്നേക്കാൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ ഒരു PR ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ എനിക്ക് എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര രസമാണ് തോന്നിയത്. കാരണം ഒരു ജേർണലിസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ എന്തോരം കഷ്ടപ്പാടുണ്ട്. ഒരു സ്റ്റോറിക്ക് പിന്നാലെ നടക്കണം, കുറെ പേര് ഇന്റർവ്യൂ ചെയ്യണം, എഴുതണം, അത് പിന്നെ കറക്റ്റ് ചെയ്യണം.
അങ്ങനെ പിന്നെ അത് നമ്മുടെ സീനിയർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ അതെ ഇങ്ങനെ പറയാൻ പക്ഷെ പുള്ളി പറഞ്ഞു കേട്ടപ്പോ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നിയായിരുന്നു. അന്ന് ഈസി ആയിട്ട് തോന്നിയില്ല, മനസ്സിലായില്ല ഒരു PR ആണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു PR-യുടെ ജോലി തന്നെ അത്ര വലിയ ഇതൊന്നും ഇല്ല, നമുക്ക് അങ്ങനെ ചെറിയ പ്രസ് റിലീസ് അപ്പൊ നമ്മൾ വളരെ ഈസി കോർഡിനേറ്റ് ചെയ്യണം, പത്രക്കാരെ വിളിക്കണം. അപ്പൊ പറഞ്ഞത് അന്ന് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ആണ് ഇതിലോട്ട് വരുന്നത് വെച്ചാൽ വെറുതെ നമ്മള് ഫോൺ ചെയ്ത പത്രക്കാർ വരും, അവരിപ്പോ തന്നെ എഴുതും, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു കാഴ്ചപ്പാട്. പക്ഷെ ശരിക്കും ഇതൊക്കെയായിരുന്നു അറിയാം, കാരണം ഞാൻ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നെ അത് ശരിക്കും എനിക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് മായ, നമ്മള് ഈസി ആയിട്ട് കാണുന്നെന്ന് പറഞ്ഞാൽ മായ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് ഈസി അല്ലാതായിട്ട് മായ അത് കഠിനാധ്വാനത്തോടെ തന്നെയാണ് ഒരു ശരിക്കും ഇതിനു മുമ്പ് അത് റിസൈൻ ചെയ്ത് അടുത്ത പണിക്ക് പോകും. അത് ശരിയാണ്. ഇതിന് ജോയിൻ ചെയ്തപ്പോഴെങ്കിലും ശരിയായ കടുവയെ കണ്ടപ്പോൾ എന്തെങ്കിലും ശരിക്കും കുറച്ച് ആദ്യത്തെ 2-3 പ്രസ് മീറ്റുകൾ ആദ്യം അങ്ങനത്തെ വർക്കുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് മിസ് കേരള വരുന്നത്. അപ്പൊ ശരിക്കും അതിനുവേണ്ടി ഒരു 2 months പ്രസ് മീറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തെല്ലാം ശരിക്കും അതിനൊരു അധ്വാനമുണ്ട്. നമ്മൾക്ക് അറിയുന്നില്ല ശരിക്കും ഈ ഒരു വാർത്ത എങ്ങനെയാണ് പത്രത്തിൽ വരുന്നതെന്ന്. ചിലർക്ക് ഒട്ടും മനസ്സിലാകാറില്ല ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാണെന്ന്. വെറുതെ മായ ഈ പറയുന്നത് അങ്ങ് പത്രത്തിൽ വിളിച്ച് പറഞ്ഞാൽ മതി, വാർത്ത പിറ്റേ ദിവസം വന്നോളൂ. ശരിയാണ്, അതിന്റെ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ ക്ലയൻസിന്റെ ഡിമാൻഡ് ഭയങ്കരമാണ്. എന്ന് വെച്ചാല് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രസ് മീറ്റ് നടത്തുന്നത്? അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു ബിസിക്സ് എന്നൊരു കമ്പനി. അതെ. അപ്പൊ അവര് അത്ര വലിയ ആൾക്കാർക്ക് പരിചയം അവരുടെ കമ്പനിയുടെ വിപണിയിൽ അത്ര വലിയ സാന്നിധ്യം ജസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാർത്തയ്ക്ക് ചിലപ്പോൾ ചെറിയൊരു പ്രാധാന്യം പത്രക്കാർ അത് ഇപ്പൊ എനിക്കൊരു ജേർണലിസ്റ്റ് ആയിരുന്നോണ്ട് എനിക്ക് അറിയാൻ വേണ്ടി ഒരു പ്രാധാന്യം ഇല്ല. പക്ഷെ എനിക്ക് ക്ലയന്റിനോട് അത് പറയാൻ പറ്റത്തില്ല, ഇത് പറയാൻ പറ്റില്ല. അപ്പൊ പലപ്പോഴും അവരെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു വാർത്തയായിട്ട് വരണം, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ആഗ്രഹം. പക്ഷെ അത് അത്രയ്ക്ക് ഫ്രണ്ട് പേജിൽ ഒരു 3 കോളം കിട്ടുമോ? ശരിക്കും അതെ. പിന്നെ കൂടുതലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരുടെ ബിസിനസ് ഒരു വാർത്ത കിട്ടിയ ആകെപ്പാടെ നമുക്ക് 18, 20 പേജ് 14 പേജൊക്കെ വരുന്ന നമ്മുടെ പത്രങ്ങളിൽ ആകെ 1/2 പേജാണ് ബിസിനസ് വാർത്തകൾ. അതും ബിസിനസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പത്രങ്ങൾ വളരെ ചുരുക്കമാണ്. മനോരമ മാതൃഭൂമിയൊക്കെ കഴിഞ്ഞാൽ മലയാളത്തിൽ പിന്നെ ബിസിനസിന് വേണ്ടി പേജ് മാറ്റി വെച്ചിരിക്കുന്നത് കേരള കൗമുദിയുണ്ട്. അങ്ങനെ കുറച്ച് പത്രങ്ങൾ 1/2 പേജ് വീതം വെക്കുന്നുണ്ട്. അതിന്റെ അകത്ത് എത്രയോ വാർത്തകളുടെ ഇടയിൽ ഈ ഓഹരി നിലവാരവും വില നിലവാരവും ഒക്കെയാണ് സ്ഥിരം അതിന്റെ ഐറ്റംസ്. അതിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു ചെറിയ സാധനം കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണല്ല. അത് നമ്മൾ ആദ്യമേ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അവരുടെ ഇങ്ങനെ പാടില്ല.